ഒരു സ്റ്റേഷനിലുള്ള CPMO, CPO തുടങ്ങി SHO വരെയുള്ള എല്ലാവരുടെയും ഒറ്റ കൂട്ടായ പ്രവർത്തനമാണ് ആ സ്റ്റേഷനിലെ ലോ ആൻഡ് ഓർഡർ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എല്ലാം മുമ്പോട്ട് നല്ല നിലയിൽ കൊണ്ടുപോവുക എന്നുള്ളത്. SHOയ്ക്ക് അത്ര തീരുമാനിച്ചാൽ മതി. പക്ഷെ ഒരു ജില്ലാ പോലീസ് മേധാവിക്ക് ജില്ലയിലെ മൊത്തം കാര്യങ്ങളാണ് നോക്കേണ്ടത്. ജില്ലയിലെ മൊത്തം CPO മുതൽ DYSP അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിമാരെയുള്ളവരുടെ കൂട്ടായ പരിശ്രമമാണ് നമ്മുടെ ജില്ലയിലെ ക്രമസമാധാനവും ക്രൈം ഇൻവെസ്റ്റിഗേഷനും നല്ല നിലയിൽ കൊണ്ടുപോകുക എന്നുള്ളത്. ഇറ്റ്സ് എ കമ്പൈൻഡ് എഫർട്ട് ആൻഡ് ഈച്ച് ആൻഡ് എവരി ഓഫീസേഴ്സ് വർക്കിംഗ് ഇൻ ദാറ്റ് പോലീസ് സ്റ്റേഷൻ. അതായിരിക്കണം ആ പോലീസിൻ്റെ വർക്ക്. നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ ഞാൻ പല മീറ്റിങ്ങുകളിൽ പറഞ്ഞിട്ടുണ്ട്, ആ കമ്പൈൻഡ് എഫർട്ടുണ്ട്, ആ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വളരെ പ്രകടമായി കാണുന്ന ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല. അത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും 100% സിൻസിയറായിട്ട് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പല പല പ്രധാനപ്പെട്ട ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ വന്നപ്പോഴും പല പല നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സ് വന്നപ്പോഴും എല്ലാം ആ ഒരു ഒത്തൊരുമ കണ്ടതാണ് ഞാൻ. നമുക്കറിയാം, പെൻഷൻ പറ്റുന്നവരെ ഇലക്ഷൻ ഡ്യൂട്ടി എടുത്തിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും 90% പെൻഷൻ പറ്റാൻ പോകുന്നവരും ഇലക്ഷനിൽ ഭാഗമാക്കാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അതുപോലെ ഒരു കൂട്ടായ പ്രവർത്തനം നമ്മളുണ്ടായി. പിന്നെ എങ്ങനെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാം, അല്ലെങ്കിൽ സ്ട്രെയിൻ കുറയ്ക്കാം, പോലീസിന്റെ ജോലിഭാരം കുറയ്ക്കാം. നമുക്കറിയാം, എപ്പോഴും നമുക്കൊരു നിശ്ചിത മെൻ മാത്രമേ നമുക്കുള്ളൂ. അംഗസംഖ്യ ഒരിക്കലും നമ്മുടെ ഈ ജില്ലയിൽ അലോട്ട് ചെയ്ത അംഗസംഖ്യയിൽ നിന്നും ഒരു വർധനവ് ഉണ്ടാകുന്നില്ല. പക്ഷേ നമുക്കറിയാം, വിവിധ തലത്തിൽ പോലീസിന്റെ വർക്ക് വളരെ കൂടുതലാണ്. ഉദാഹരണം, റോഡ് ട്രാഫിക് ആക്സിഡന്റ് കേസ് നമുക്കറിയാം, ദിനം പ്രതി എന്നോണം മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാഹനങ്ങളുടെ കണക്ക്. അതുപോലെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഭാഗത്ത് നോക്കുമ്പോൾ നേച്ചർ ഓഫ് ക്രൈം വളരെയധികം ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ ഞാൻ SI ചെയ്യാൻ സമയത്തുണ്ടായിരുന്ന നേച്ചർ ഓഫ് ക്രൈം അല്ല ഇപ്പോൾ വളരെയധികം വരുന്ന സൈബർ ഒഫൻസുകളാണ്. ആ പുതിയ ടെക്നോളജിയായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അത് വരുന്നു, നേച്ചർ ഓഫ് ക്രൈം മാറുന്നു, നേച്ചർ ഓഫ് എവിഡൻസ് കളക്ഷൻ മാറുന്നു, നേച്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മാറുന്നു. ഇപ്പോൾ നമ്മുടെ നിയമം തന്നെ മാറി. ഈ ഒരവസ്ഥയിൽ നമ്മൾ എങ്ങനെ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആകും, അക്കോമഡേറ്റ് ചെയ്യും? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. 1. 2, ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്. 3, മീഡിയ. അതുപോലെ തന്നെ മീഡിയ മീൻസ് ന്യൂജൻ സോഷ്യൽ മീഡിയാസ്, അതിപ്രസരങ്ങൾ. ഇതൊക്കെ നമ്മൾ ടാക്കിൾ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്ന സ്ട്രെസ് സ്ട്രെയിൻ വേറെ ലെവലാണ്. ഇത് എങ്ങനെ നമ്മൾ കവർ ചെയ്യും? ഇതിന് കവർ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഒറ്റ കാര്യം വെച്ച് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ന്യൂ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ ടെക്നോളജിയിലേക്ക് നമ്മൾ മാറുക. ഞാൻ എന്നും നിങ്ങളുടെ സാധാരണ പല പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾ ICOPS വഴി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. എന്തുകൊണ്ടാണ്? വളരെയധികം വർക്ക് നമുക്ക് കുറയും, പേപ്പർ വർക്ക് കുറയും. ഈ പ്രോസസ്സ് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓഫീസേഴ്സാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പേപ്പർലെസ് അതിലേക്ക് പോകും. ഒരു 6 മാസം കൊണ്ട് നമ്മുടെ വർക്കെല്ലാം പേപ്പർലെസ് ആകാണ്. ഈ ക്രൈം ലെഡ്ജറും CD എടുത്ത് കോപ്പി എടുത്ത് അയക്കുന്നത് എല്ലാം നിർത്തുന്നതാണ്. അതിനുവേണ്ടിയാണ് ഞാനത് കമ്പൽ ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ICOPS പോയി കഴിഞ്ഞാൽ അതിന്റെ കോപ്പി അപ്പോൾ തന്നെ DYSPമാർക്ക് കാണാൻ പറ്റും. അവർക്ക് അതിനകത്ത് വേണ്ട നിർദ്ദേശം തരാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ അത് SP കാണാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പല പല കോപ്പി എടുത്തിട്ട് പേജ് എടുത്തിട്ട് പേപ്പർ എടുത്തിട്ട് അയക്കേണ്ട യാതൊരു കാര്യമില്ല. പേപ്പർലെസ് ആക്കുക, ഇൻവെസ്റ്റിഗേഷൻ മോഡേൺ ആക്കുക. ആ ലെവലിൽ കൂടെ കുറേ നമ്മൾ റിലാക്സ്ഡ് ആകാൻ പറ്റും. 1 2 പേർക്ക് ഒരു കേസ് അന്വേഷിക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ പറ്റും. ആ ഒരു പ്രോസസ് സർവീസിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ, ജയകൃഷ്ണൻ പറഞ്ഞു, പണ്ടത്തെ നമ്മുടെ ഈ പാസ്പോർട്ട് വെരിഫിക്കേഷൻ നമ്മളിപ്പോൾ പ്രോസസ് സർവീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് പ്രോസസ് മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഈ പാസ്പോർട്ടിന്റെ അതേ രീതിയിൽ തന്നെ സമൻസ് മാറണം. ഇനി ആ ലെവലിൽ നോട്ടീസ് എല്ലാം കോടതി പ്രോസസ് മാറേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വർക്ക് ഒത്തിരി ലഘൂകരിക്കും, പേപ്പർലെസ് ആയി മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ റിലാക്സേഷൻ നമുക്ക് വരും. ആ വിമർശനം ഉൾക്കൊണ്ട് വളരെ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത് ഇന്ന് കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ 1 പോലീസ് എന്ന് പറയുന്നതിനുപരി ലോകത്ത് തന്നെ പല രാജ്യങ്ങളിലും ഉള്ളതിനേക്കാളും നമ്മൾ വികസനം നമ്മൾ നേടിയിട്ടുണ്ട്. വെസ്റ്റേൺ കൺട്രീസിനോട്, അമേരിക്കൻ കൺട്രീസിനോട് കിടപിടിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ സമൂഹത്തുണ്ട്. ആ നിൽക്കുമ്പോൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. ആ ഒരു അവസ്ഥ നിൽക്കുന്നതിന് കാര്യം ഒരു പരിധിവരെ നമ്മളിൽ ഈ ഒരു സ്വവിമർശനവും നമ്മൾ വളരെ സമൂഹം നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മാറ്റം വരുത്താനുള്ള ആ ഒരു കഴിവും ഇതുപോലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. സംഘടനാ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ നമ്മൾ ഈ ഒരു മാറ്റത്തിന്, പോലീസിന്റെ ഈ മാറ്റത്തിന് 100% ഒരു
ചട്ടുകവൻ മാറിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്കറിയാം, എന്ത് സിസ്റ്റം വേണേലും ഒരു സംഘടനാ പ്രവർത്തനം ഇല്ലെങ്കിൽ ഓരോ വ്യക്തികളും അവനവൻ വിചാരിച്ച് മാറണം. നമുക്കറിയാം, പോലീസിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പുഷ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ ഈ മാറ്റത്തിലുള്ള പുഷ് കൊടുക്കുന്നത് സംഘടന, ഒരു പരിധി സംഘടന തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കേരള പോലീസിൻ്റെ ഒരു പ്രധാന നട്ടലാണ് CPO മുതൽ SHO വരെ ജോലി ചെയ്യുന്ന, പോലീസ് സ്റ്റേഷൻ ലെവലിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. കാരണം കേരള പോലീസിൻ്റെ എന്ന് പറയുന്നത് തന്നെ ഈ തലത്തിൽ ജോലി ചെയ്യുന്നതാണ്. എന്ത് കാര്യത്തിലും ഉണ്ടാകുന്ന പ്രശംസയ്ക്കും വിമർശനത്തിനും പാത്രമാകുന്നതും ഈ തലത്തിൽ ജോലി ചെയ്യുന്നത് തന്നെയാണ്. കാരണം പൊതുജനം ഏറ്റവും ആദ്യം സമീപിക്കുന്ന എന്ത് വിമർശനം ഉണ്ടായാലും ആദ്യമായി സഹായത്തിന് അഭ്യർത്ഥിച്ചുകൊണ്ട് സമീപിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. അതിനോടനുബന്ധിച്ച് നമ്മളുടെ പ്രധാനപ്പെട്ട ജോലികളിലൊന്ന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനാണ്. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ പോലീസ് കോൺസ്റ്റബിളായിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് തുടർന്ന് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ്ങിന് പോയി ട്രെയിനിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം ആ സമയത്തും കാസർഗോഡ് ജില്ലയിൽ പ്രൊബേഷൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ അറ്റാച്ച് ചെയ്യുന്നത് ഒരു കോൺസ്റ്റബിളോടൊപ്പം, ഒരു നമുക്കറിയാവുന്ന ഒരു കോൺസ്റ്റബിളിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് അദ്ദേഹം പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും ഞാൻ ഇതുപോലൊന്നും പഠിക്കുന്ന പോലെ തന്നെ കേസ് എഴുതി പഠിക്കുന്നത് അദ്ദേഹത്തിന്. കാരണം ഈ കോൺസ്റ്റബിൾ അന്നത്തെ കാലത്തെ കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഇന്നത്തെ ഇപ്പോഴത്തെ ഗ്രേഡ് എസ് ഐ തലത്തിൽ അക്കാലത്ത് വർക്ക് ചെയ്യുന്ന അത്രയും സർവീസുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ തലത്തിൽ എഴുതുന്ന കാര്യങ്ങൾ തന്നെയാണ് മണിക്കൂറിന് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ്സും വലിച്ചു ചേർന്ന് അവരെഴുതി വെക്കുന്ന ചെറിയ ചെറിയ വാക്കുകളിലെ വ്യത്യാസങ്ങളോ അത് നിയമവുമായി പൊരുത്തപ്പെട്ട് വരുന്നതിനും വരുന്ന അർത്ഥവ്യത്യാസങ്ങളുടെ വിശകലനങ്ങളിൽ കൂടി മാത്രമാണ് മേൽക്കോടതികളുടെ വിചാരണയ്ക്ക് വിധേയമാണ്. നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. കുറേ അധികം മീറ്റിങ്ങുകളിൽ അദ്ദേഹവുമായിട്ട് ഒരുമിച്ച് പങ്കെടുക്കാനും കഴിയും. ആ മീറ്റിങ്ങുകൾ കഴിയുമ്പോൾ ഞാൻ ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹികളോട് പലപ്പോഴും പ്രശാന്ത് സാറിനോടും CRP സാറിനോടുമൊക്കെ പറയാറുണ്ട്, യഥാർത്ഥത്തിൽ നമ്മുടെ ജില്ലാ പോലീസ് മേധാവി നമ്മുടെ മേലുദ്യോഗസ്ഥനാണോ അതോ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണോ അതോ ഇരുത്തം വന്ന ഒരു സംഘടനാ പ്രവർത്തകനാണോ എന്ന ഒരു വലിയ കൺഫ്യൂഷൻ പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സംഘടനാ ഭാരവാഹി എന്താണോ പറയേണ്ടത് ആ സംഘടനയുടെ പ്രാധാന്യം മുഴുവൻ പഠിച്ചു മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയം കൊണ്ട് തന്നെയാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നിവിടെ സംസാരിച്ചത്. അതിന് അനുബന്ധമായി ഇവിടെ നിസാം സാറും ജയകൃഷ്ണൻ സാറും സൂചിപ്പിച്ച 2 വിഷയങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയും ഒക്കെ ഒന്ന് സൂചിപ്പിച്ചു പോയി. അത് വിശദമായി പ്രശാന്ത് സാർ ഇവിടെ സംസാരിക്കും. അതിലെനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാനിവിടെ വരുന്നതിന് ഒരു 3 ദിവസത്തിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് ജയകൃഷ്ണൻ സാറിന് അറിയാമായിരിക്കും, കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സുഹൃത്താണ്, എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവൻ വളരെ കടുത്ത അസുഖം മൂലം മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ രാജിക്ക് എഴുതി കൊടുത്തിരുന്നു. വോളണ്ടറി റിട്ടയർമെൻ്റ് അല്ല, അതിനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ട് രാജിക്ക് എഴുതി കൊടുത്തിരുന്നു. ആ രാജി എഴുതി കൊടുത്തു നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടുള്ളതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ പുതിയ CA ഇങ്ങനെ, അപ്പോൾ ഞാനും ജയകൃഷ്ണൻ സാറും തമ്മിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് അറിയില്ല. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, എടാ ഞാൻ എൻ്റെ ജീവിതത്തിൽ പല CAമാരെയും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ പോലീസുകാരോട് ഇടപഴകുന്ന ഒരു CAയെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നിട്ട് അവൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, ആ കന്റോൺമെൻറ്റ് സ്റ്റേഷൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് സാറിൻ്റെ ചിരിക്കുന്നൊരു ഫോട്ടോ എനിക്ക് എടുത്ത് കാണിച്ചു. അപ്പോൾ നേരത്തെ ഇവിടെ കാസർഗോഡൊക്കെ ആസാദ് സാറിന് ഒപ്പന നടത്തി യാത്രയപ്പ് നടത്തിയതിനേക്കാൾ വലിയ ഒരു യാത്രയപ്പാണ് യഥാർത്ഥത്തിൽ കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജയകൃഷ്ണൻ സാറിന് കിട്ടിയെന്ന വാട്സാപ്പ് ഗ്രൂപ്പ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഞാനിത് പറഞ്ഞു വന്നത്, അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതും വളരെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ സാറിന് ആൾ മനസ്സിലായി കാണും എന്നാണ് വിശ്വാസം. കാരണം പലതവണ സാറ് അയാളുമായി റെസിഗ്നേഷൻ്റെ കാര്യം വിളിച്ച് സംസാരിച്ചിരുന്നു. സാറ് അവിടെ എത്തിയതിന് ശേഷമുള്ള ആശ്വാസകരമായിട്ടുള്ള
ഒരു വർത്തമാനമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്. ഇവിടെ നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് തന്നെ, നിങ്ങളുടെ ഏത് പ്രശ്നത്തിലും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും, സ്ട്രെയിനും സ്ട്രെസ്സും എടുക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു ജില്ലാ പോലീസ് മേധാവി എന്ന നിലയ്ക്ക് ഞാൻ തയ്യാറാണ്, പക്ഷെ നിങ്ങൾ അത്രത്തോളം സ്ട്രെസ് എടുക്കണ്ട എന്ന് പറയുന്നൊരു ജില്ലാ പോലീസ് മേധാവി ഇതുപോലെ പെരുമാറുന്ന കുറച്ച് SHOമാരും ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിപൂർണമായും പരിഹരിക്കപ്പെടും എന്നുള്ളതല്ലേ യഥാർത്ഥ വസ്തുത. കേരളത്തിൽ പോലീസ് സംഘടനകൾക്ക് പ്രവർത്തനാനുമതി ലഭിച്ചിട്ട് 45 വർഷം കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത്. മുൻകാലങ്ങളിൽ നേടിയെടുത്ത ഒട്ടേറെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സമ്മേളനങ്ങൾ നടക്കുന്നത്. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആവലാതികളും ആവശ്യങ്ങളും ഒക്കെ കേൾക്കുന്നതിനും അതിനൊക്കെ ഒരു പരിധിവരെ പരിഹാരം കാണുന്നതിനും സംഘടനയ്ക്ക് കഴിയുന്നുണ്ട്. ജീവനക്കാരുടെ തൊഴിൽപരമായതും അതുപോലെ തന്നെ ആരോഗ്യപരമായതും സാമ്പത്തികപരമായതും കുടുംബപരമായ കാര്യങ്ങൾ അടക്കം സംഘടന ഇടപെടുന്നുണ്ട്. കേരളത്തിലെ പോലീസ് അസോസിയേഷന്റെ കേരള പോലീസിന്റെ തന്നെ നട്ടലായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ASI മുതൽ ISHO വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം. ആ വിഭാഗത്തിലെ ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് കേരളത്തിലെ പോലീസ് ഓഫീസ് അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിലെ ചർച്ചകളും ഉയർന്നു വരുന്ന പ്രശ്നങ്ങളും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ഏറ്റവും വലിയ ഒരു കരുത്തായി വരും കാലങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് സഹായമാകും. അത്തരത്തിലുള്ള ഒരു വേദിയാണ് ഈ ജില്ലാ സമ്മേളന വേദി. 9ാമത് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന് ഏറ്റവും പ്രൗഢഗംഭീരമായി നമ്മുടെ ആരാധ്യനായ ജില്ലാ പോലീസ് മേധാവി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. സംഘടനയുടെ ആദിമ മുതലുള്ള എല്ലാ കാര്യങ്ങളും സംഘടനയും ഇതര സംഘടനകളും നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ മേൽപ്പറഞ്ഞ എല്ലാവരും തന്നെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഒട്ടനവധി ചർച്ചകളും നമ്മുടെ ആശങ്കകളും ചർച്ച ചെയ്യാനുള്ള വേദികളാണ് നമ്മുടെ ജില്ലാ സമ്മേളനങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ വനിതാ സഹപ്രവർത്തകർക്കും ഒട്ടനവധി ആശങ്കകൾ പങ്കുവയ്ക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ജില്ലാ സമ്മേളനം. ഒരുപാട് കാര്യങ്ങൾ വനിതകളുടേതായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സമയങ്ങളുമാണ് ഈ കാലഘട്ടങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ സമ്മേളനത്തിന് കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെയും അഭിവാദ്യങ്ങൾ.